അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 177 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ് أولئك الذين صدقوا وأولئك هم المتقون വസ്വാബിരീൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. സ്വാദ് ഇസ്തിഅലായിൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാൻ. അലിഫ് സൊയറയാണ് കൂടെ വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. റ കെസ്ര വന്നതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക. യാമദ്ദും വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ഫിൽ ഫ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് ആ മദ്ദിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസയ്ക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബഅസാഇ നോദിപ്പോവരുത്. ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക. ഫിൽ ബഅസാഇ വദ്ദറാ. സീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. വാദ് ഇസ്തിഅലായിൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഇസ്തിഅലായിൻ്റെയും ഇഖ്ബാക്കിൻ്റെയും അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സ് പെട്ട ഗൈൻ, ഖാഫ്, ഹ എന്നീ അക്ഷരങ്ങൾക്ക് കെസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ ആ അക്ഷരങ്ങളെ ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിൽ നിന്നും മാറ്റി നിർത്തിയിട്ടാണ് ഇവിടെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുന്നത് കേട്ടോ. റാ ഫതഹ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. റാ എന്നുള്ള സൗണ്ട് കൊടുക്കണം. റാ എന്നായി പോവരുത്. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക. വാ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് കൊടുക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അക്സൽ ഹൽക്കിൽ നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്നും വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. 2 അക്ഷരങ്ങൾ തമ്മിലുള്ള സൗണ്ടിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാം കേട്ടോ. വഹീനൽ ബഅസ് അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക. ഹംസ കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ബഅസ് നോതരുത്. ബഅസ് ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. ഇവിടെ വഖഫ് ചെയ്യലാണ് ഉത്തമം. അപ്പോൾ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സീനിന് സുക്കൂന് കൊടുക്കുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉലൈക അല്ലദീന സദഖൂ. ഇവിടെ ഹംസക്ക് ശേഷം വരുന്നൊരു വാവ് ഉണ്ടല്ലോ, ഇത് റസ്മിൽ മാത്രം കാണുന്ന വാവാണ് കേട്ടോ. ഹർഫ് സായിദയാണ്, ഒഴിവാക്കേണ്ട ഹർഫാണ്. അതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ ശബ്ദ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലായിൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാൻ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വഉലൈക ഹുമുൽ മുത്തഖൂൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഹുമുൽ മുത്തഖൂൻ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം. അക്സൽ ഹൽക്കിൽ നിന്നും കൊണ്ടുവരാം കേട്ടോ.
ഹുമുൽ മുത്തഖൂൻ. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കണം. ത രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ശ്രദ്ധ വന്നതുകൊണ്ട് രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഇവിടെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. മധ്യ ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ൽ الحر بالحر والعبد بالعبد والأنثى بالأنثى يا أيها الذين. ഇവിടെ മദ്ദക്ഷരവും ഹംസയും ഒരേ വേർഡിലാണ് വന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും ഇവയെ 2 വേർഡുകളായിട്ടാണ് പരിഗണിക്കുന്നത്. യാ എന്നുള്ളത് ഒരു വേർഡും അയ്യുഹ എന്നുള്ളത് മറ്റൊരു വേർഡും. അപ്പോൾ ഇവിടെ വരുന്ന മദ്ദിൻ്റെ ലെങ്ത്ത് 2, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. മദ് ജായിസ് മുൻഫസിലാണ്. 2, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഹ കൂടെ വന്നിട്ടുള്ള മദ്ദിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. കൂട്ടി ഓതുമ്പോൾ ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. അപ്പോൾ ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ആമനൂ കുതിബ അലൈക്കും. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ വാവമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. കുതിബ അലൈക്കും. കാഫിൻ്റെ വൊമ്മയെ ഫുൾഫിൽ ചെയ്യുക കേട്ടോ. ചുണ്ടുകൾ കൂർപ്പിച്ചിട്ട് വൊമ്മയെ ഉച്ചരിക്കുക. കുതിബ അലൈക്കും. അയിനിൻ്റെ സൗണ്ടിനെ വസത്തുൽ ഹൽക്കാണ് മഖ്റജ്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ അയിനിൻ്റെ സൗണ്ടിനെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ൽ. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ ഇവിടെ കിസ്റാകുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഐ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് 2 സ്വാദിനെയും ഹെവിയാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫിൽ ഖത്ൽ. ഫ കൂടെ വന്നിട്ടുള്ള യാമദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നു, അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കാന്ന് ഉച്ചരിക്കുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ സൗണ്ട് കറക്റ്റാണ്, പക്ഷേ ഇസ്തിഅല എന്നുള്ള വിശേഷണം നമ്മളവിടെ കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഖത്ൽ. ത സുക്കൂനാവുന്ന സമയത്ത് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹാഫ് സുക്കൂനും കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ലാമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. الحر بالحر والعبد بالعبد والأنثى بالأنثى. അൽ-ഹുറു. ഇവിടെ ഹംസത്തുൽ വസ്ൽ കൊണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാത്രമാണ് ഹംസത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമ് വന്നതുകൊണ്ട് ഹംസത്തുൽ വസ്ലിൻ്റെ ഹർക്കത്ത് നമ്മൾ ഫതഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. അൽ-ഹുറു. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. സൗണ്ടിന് ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. റോക്ക് വൊമ്മ വന്നതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അൽ-ഹുറു ബിൽ ഹുർരി. ഹ ഇവിടെയും ശ്രദ്ധിക്കുക, സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. റോക്ക് കെസ്റ വന്നതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഹുറി എന്ന് ഓതരുത്. ഹുരി. ബിൽ ഹുരി ബിൽ ഹുരി വൽ അബ്ദു ബിൽ അബ്ദ്. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഇവിടെ ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂന് കൊടുക്കുമ്പോൾ ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കുക. അബ്ദു അബ്ദു വൽ അബ്ദു ബിൽ അബ്ദി. അടുത്ത വേർഡിലും ലാമിന് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബാക്ക് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൽക്കല ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. വൽ ഉൻസ. നൂൻ സാക്കിനൊക്കെ ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള
സാ വന്നിട്ടുണ്ട്, നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അലിഫ് സൊയറയാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബിൽ ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള സാ വന്നു, അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്യുക. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.